നമസ്കാരം. കഥാകഥന സാഗരത്തിൻ്റെ വിസ്മയ തീരങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. സമയം അതൊരു വലിയ മാന്ത്രികനാണ്. നമ്മൾ സ്നേഹിക്കുന്നവരുടെ മുഖങ്ങളെ അത് മായ്ച്ചു കളയും. നമ്മുടെ ഹൃദയത്തിലെ ലക്ഷ്യങ്ങളെ അത് തിരുത്തി കുറിക്കും. എന്നാൽ 20 വർഷം എന്ന വലിയ കാലയളവിന് മായ്ക്കാൻ കഴിയാത്ത ചില സത്യങ്ങളുണ്ട്. അത് സൗഹൃദമാണോ അതോ നീതിയാണോ? ഇന്ന് നമ്മൾ കേൾക്കുന്നത് സസ്പെൻസ് കഥകളുടെ രാജാവ് ഒ ഹെൻറിയുടെ വിഖ്യാതമായ കഥയാണ് ആഫ്റ്റർ 20 ഇയേഴ്സ്. ഒരു രാത്രി, വിജനമായ ഒരു തെരുവ്, ഒരു പഴയ വാക്ക്. ആ വാക്ക് പാലിക്കാൻ 2 സുഹൃത്തുക്കൾ അവിടെ എത്തും. പക്ഷേ അവർ തിരിച്ചറിയുന്ന സത്യങ്ങൾ ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. രാത്രി 10 മണി. ന്യൂയോർക്കിലെ ആ തെരുവിൽ തണുത്ത കാറ്റ് ആഞ്ഞു വീശുന്നുണ്ട്. കടകളെല്ലാം നേരത്തെ തന്നെ അടഞ്ഞു കഴിഞ്ഞു. നേർത്ത മഴത്തുള്ളികൾ തെരുവ് വിളക്കിൻ്റെ വെളിച്ചത്തിൽ വെള്ളി നൂലുകൾ പോലെ മിന്നി മറയുന്നു. അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ പതിവ് നിരീക്ഷണം നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ചുവടിലും ഒരു സൈനികൻ്റെ കൃത്യതയുണ്ട്. ഓരോ കടയുടെയും പൂട്ടുകൾ അദ്ദേഹം ശ്രദ്ധയോട് പരിശോധിക്കുന്നു. ഇടയ്ക്കിടെ തൻ്റെ ലാത്തി വായുവിൽ വീശിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നു. ആ തെരുവിൽ അപ്പോൾ മറ്റാരും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അടഞ്ഞു കിടന്ന ഒരു പഴയ ഹാർഡ്വെയർ സ്റ്റോറിന്റെ വാതിൽക്കൽ ഒരു നിഴൽ അദ്ദേഹം കണ്ടു. ഇരുട്ടിൽ പതുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യരൂപം. പോലീസ് ഉദ്യോഗസ്ഥൻ വേഗത കുറച്ച് ആ മനുഷ്യന്റെ അടുത്തേക്ക് നടന്നു. തന്റെ ലാത്തി മുറുക്കി പിടിച്ച് അദ്ദേഹം ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ നിഴൽ രൂപം സ്വയം വെളിപ്പെടുത്തി സംസാരിച്ചു തുടങ്ങി. പേടിക്കേണ്ട ഓഫീസർ, ഞാനിവിടെ ഒരാളെ കാത്തു നിൽക്കുകയാണ്. 20 വർഷം മുമ്പ് നൽകിയ ഒരു വാക്ക് പാലിക്കാൻ വന്നതാണ് ഞാൻ. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിചിത്രമായി തോന്നാം, അല്ലേ? ആ മനുഷ്യൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് കത്തിച്ചു. ആ തീനാളത്തിൻ്റെ വെളിച്ചത്തിൽ പോലീസ് ഓഫീസർ അയാളുടെ മുഖം കണ്ടു. വെളുത്ത നിറം, താടിയലിന് താഴെ ചെറിയൊരു പാട്, ബുദ്ധിശക്തി പ്രകടമാക്കുന്ന കണ്ണുകൾ. അയാളുടെ വസ്ത്രങ്ങൾ വില കൂടിയതായിരുന്നു. കോളറിൽ വലിയൊരു വജ്രകല്ല് മിന്നുന്നുണ്ട്. അയാൾ തുടർന്നു, 20 വർഷം മുമ്പ് ഇതേ സ്ഥലത്ത് ബ്രിക് ജോ ബ്രാഡി എന്നൊരു വലിയ റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ ഉറ്റ സുഹൃത്ത് ജിമ്മി വെൽസും അവിടെ ഇരുന്ന് അത്താഴം കഴിച്ചു. ഞങ്ങൾ 2 സഹോദരന്മാരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങൾ പിരിയുമ്പോൾ ഞങ്ങൾ ഒരു ഉടമ്പടി ഉണ്ടാക്കി. കൃത്യം 20 വർഷം കഴിഞ്ഞ് ഇതേ ദിവസം, ഇതേ സമയം, ഇതേ സ്ഥലത്ത് ഞങ്ങൾ വീണ്ടും കാണുമെന്ന്. പോലീസ് ഓഫീസർ വിസ്മയപ്പെട്ടു. 20 വർഷം! ആ സുഹൃത്ത് ഇവിടെ വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ബോബ് മറുപടി പറഞ്ഞു, തീർച്ചയായും. ജിമ്മി, അവൻ ലോകത്തിലെ ഏറ്റവും വിശ്വസ്തനായ മനുഷ്യനാണ്. അവൻ ഈ ന്യൂയോർക്ക് വിട്ടുപോകില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ എനിക്ക് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ പടിഞ്ഞാറൻ നഗരങ്ങളിലേക്ക് ഭാഗ്യം തേടിപ്പോയി. അവൻ ഇവിടെ തന്നെ നിന്നു. ബോബ് തൻ്റെ കഥ വിവരിക്കാൻ തുടങ്ങി. പടിഞ്ഞാറൻ നഗരങ്ങളിലെ കഠിനമായ ജീവിതം, അവിടെ നിയമത്തേക്കാൾ തോക്കിൻ്റെ ശക്തിക്ക് വിലയുള്ള കാലം. ബോബ് അവിടെ പോരാടി, ബുദ്ധി പ്രയോഗിച്ചു, വലിയ സമ്പത്തുണ്ടാക്കി. തൻ്റെ കൈവശമുള്ള വജ്രക്കല്ലുകൾ ഓരോന്നും ആ പോരാട്ടത്തിൻ്റെ അടയാളങ്ങളായിരുന്നു. ഓഫീസർ, പടിഞ്ഞാറ് എനിക്ക് വേണ്ടതെല്ലാം നൽകി. പക്ഷേ അതിനായി ഞാൻ ഒരുപാടായി പൊരുതിയിട്ടുണ്ട്. ജിമ്മി ഇവിടെ ഒരു സാധാരണക്കാരനായി ജീവിച്ചിട്ടുണ്ടാവാം. അവൻ നല്ലവനാണ്, പക്ഷെ അല്പം മന്ദബുദ്ധിയാണെന്ന് ഞാൻ പറയും. ജീവിതത്തിൽ മുന്നേറാൻ അല്പം കൗശലം വേണം. പോലീസുകാരൻ എല്ലാം നിശബ്ദമായി കേട്ടു. നിങ്ങൾ ഒരുപാട് ദൂരം താണ്ടി വന്നല്ലോ. നിങ്ങളുടെ സുഹൃത്ത് വരുമെന്ന് തന്നെ ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ പെട്രോളിംഗ് തുടർന്നു. ബോബ് അവിടെ തന്നെ നിന്നു. മഴ ഇപ്പോൾ അല്പം കൂടി ശക്തമായിട്ടുണ്ട്. സമയം 10 കഴിഞ്ഞ് 20 മിനിറ്റായി. തെരുവിൽ വല്ലാത്തൊരു നിശബ്ദത പടർന്നു. ബോബ് തൻ്റെ സ്വർണ്ണ വാച്ച് നോക്കി. ആ വജ്രങ്ങൾ തിളങ്ങുന്നുണ്ടെങ്കിലും അയാളുടെ ഉള്ളിൽ നേരിയൊരു ആശങ്ക ഉടലെടുത്തു. ജിമ്മി വരാതിരിക്കുമോ? അതോ അവനെന്തെങ്കിലും അപകടം സംഭവിച്ചു? പെട്ടെന്ന് തെരുവിൻ്റെ അങ്ങേയറ്റത്തു നിന്ന് ഒരാൾ വേഗത്തിൽ നടന്നു വരുന്നത് ബോബ് കണ്ടു. നീളം കൂടിയൊരു മനുഷ്യൻ, ഒരു ഓവർകോട്ട് ധരിച്ചിരിക്കുന്നു. അയാൾ നേരെ ബോബിൻ്റെ അടുത്തേക്ക് വന്നു. ചോദിച്ചു, നിങ്ങൾ ബോബാണോ? ബോബ് ആവേശം കണ്ടു. ജിമ്മി വെൽസ്, നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ദൈവമേ, നിനക്ക് എത്രമാത്രം ഉയരം കൂടിയിരിക്കുന്നു. ഈ 20 വർഷം നിന്നെ ഒരുപാട് മാറ്റിയിരിക്കുന്നു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു.
പടിഞ്ഞാറൻ നഗരങ്ങളിലെ തൻ്റെ വിജയങ്ങളെക്കുറിച്ച് ബോബ് വാചാരനായി. ജിമ്മി അതെല്ലാം മൂളിക്കിട്ടു. അവർ കൈകൾ കോർത്ത് തെരുവിലൂടെ നടന്നു. നടന്ന് അവർ ഒരു വലിയ ഡ്രഗ് സ്റ്റോറിൻ്റെ മുന്നിലെത്തി. അവിടെ തെരുവുവിളക്കിൻ്റെ പ്രകാശം വളരെ കൂടുതലായിരുന്നു. വെളിച്ചത്തിലേക്ക് വന്നപ്പോൾ ബോബ് തൻ്റെ സുഹൃത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്ന് അയാൾ ജിമ്മിയുടെ കൈ വിടുവിച്ചു. അയാളുടെ മുഖം വലിഞ്ഞു മുറുകി. നിങ്ങൾ ജിമ്മി വെൽസ് അല്ല. 20 വർഷം കൊണ്ട് ഒരാൾക്ക് ഇത്രയും ഉയരം വെക്കാം, പക്ഷേ ഒരാളുടെ മൂക്കിൻ്റെ ആകൃതി മാറില്ല. നിങ്ങൾ ജിമ്മി അല്ല. അപരിചിതൻ പറഞ്ഞു. ശരിയാണ് ബോബ്, 20 വർഷം കൊണ്ട് ഒരാളുടെ മൂക്കിൻ്റെ ആകൃതി മാറില്ല, പക്ഷേ ഒരു നല്ല മനുഷ്യൻ കുറ്റവാളിയായി മാറിയേക്കാം. നിങ്ങൾ ഇപ്പോൾ അറസ്റ്റിലാണ്. ചിക്കാഗോ പോലീസ് നിങ്ങളെ തേടുകയാണ്. സിൽക്കി ബോബ് എന്ന നിങ്ങളെ പിടിക്കാൻ ഞങ്ങൾ ഒരുപാട് കാലമായി കാത്തിരിക്കുന്നു. ബോബ് സ്തബ്ധനായിപ്പോയി. പടിഞ്ഞാറൻ നഗരങ്ങളിൽ താൻ ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ അനീതിയിലൂടെയാണെന്ന സത്യം അവിടെ വെളിവാക്കപ്പെട്ടു. അയാൾ ചിക്കാഗോയിലെ കുപ്രസിദ്ധനായ ഒരു കുറ്റവാളിയായിരുന്നു. അപരിചിതൻ പറഞ്ഞു. നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാം, പക്ഷേ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു കത്തുണ്ട്. ഇത് തരാൻ നിങ്ങളുടെ സുഹൃത്ത് ജിമ്മി വെൽസ് എന്നെ ഏൽപ്പിച്ചതാണ്. ബോബ് വിറക്കുന്ന കൈകളോടെ ആ കത്ത് വാങ്ങി. അയാൾ അത് വായിക്കാൻ തുടങ്ങി. ബോബ്, ഞാൻ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിയിരുന്നു. നീ സിഗരറ്റ് കത്തിച്ചപ്പോൾ ചിക്കാഗോ പോലീസ് തിരയുന്ന ഒരു കുറ്റവാളിയുടെ മുഖമാണ് നിന്റേതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. നീ എൻ്റെ ഉറ്റ സുഹൃത്താണ്. എൻ്റെ കൈകൊണ്ട് നിന്നെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ മടങ്ങിപ്പോയതും മറ്റൊരു ഉദ്യോഗസ്ഥനെ നിന്റെ അടുത്തേക്ക് അയച്ചത്. നിന്റെ സ്വന്തം ജിമ്മി. ജീവിതം നമുക്ക് മുന്നിൽ 2 വഴികൾ തുറക്കുന്നു. ഒന്ന് സ്വാർത്ഥതയുടെയും സമ്പത്തിൻ്റെയും വഴി, മറ്റൊന്ന് നീതിയുടെയും സത്യത്തിൻ്റെയും വഴി. ബോബ് 1ാമത്തെ വഴി തിരഞ്ഞെടുത്തു, ജിമ്മി 2ാമത്തെ വഴിയും. 20 വർഷം കഴിഞ്ഞ് അവർ കണ്ടുമുട്ടിയപ്പോൾ ജിമ്മിക്ക് തൻ്റെ കടമ നിർവഹിക്കേണ്ടി വന്നു. സൗഹൃദത്തെക്കാൾ വലുതാണ് സത്യം എന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഓർക്കുക, നമ്മൾ എവിടെ പോയാലും നമ്മുടെ ഭൂതകാലം നമ്മെ പിന്തുടരും. കഥാകഥന സാഗരത്തിൻ്റെ ഈ തിരകളിൽ നിന്ന് അടുത്ത ക്ലാസിക്കുമായി നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നമസ്കാരം.